നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങാൻ വേണ്ടി കടയിൽ പോകുന്ന സമയത്ത് നമ്മൾ ആദ്യം ആ പ്രോഡക്റ്റിന് വില ചോദിക്കും. വില ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം, ഇതിന് ഗ്യാരണ്ടി ഉണ്ടോ? മിക്കവാറും തന്നെ കടയിലെ സെയിൽസ്മാൻ നിങ്ങളോട് പറയുക, ഗ്യാരണ്ടി ഉള്ളതിന് ഉദാഹരണത്തിന് 30,000 രൂപയാണ് ഗ്യാരണ്ടി ഉള്ള സാധനത്തിന് വില. അത് നമുക്ക് ഗ്യാരണ്ടി വേണ്ട എങ്കിൽ അത് നമുക്ക് 20,000 രൂപ. അപ്പം നോർമലി ഒരു വിഭാഗം ആളുകൾ 20,000 മതി എന്ന് പറയും, ഗ്യാരണ്ടിയിൽ വില കുറച്ച് കിട്ടുമല്ലോ. എന്നാൽ മറ്റൊരു വിഭാഗം പൈസ അല്പം കൂടിയാലും ഞാൻ ഗ്യാരണ്ടി ഉള്ളത് മതി എന്ന് പറയും. എന്ന് പറയുന്ന പോലെ തന്നെയാണ് നിക്ഷേപത്തിന് കേസുകൾ. ഇപ്പം നമുക്കറിയാലോ, നമ്മളൊരു നാഷണലൈസ് ബാങ്കിൽ പോയി കഴിഞ്ഞാൽ ആ നാഷണലൈസ് ബാങ്ക് നമുക്ക് തരുന്ന ഇൻട്രസ്റ്റ്, ഫിക്സഡ് ഡെപ്പോസിറ്റ് തരുന്ന ഇൻട്രസ്റ്റ് ഒരു പക്ഷേ ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 6% കണക്കാക്കാം. നിങ്ങൾ ഷെഡ്യൂൾ ബാങ്കിൽ പോയാലോ അത് 6 ഒരു 7% കിട്ടും. ഇനി നിങ്ങളൊരു കോപ്പറേറ്റീവ് ബാങ്കിൽ പോയാലോ വീണ്ടും 0.5% അല്ലെങ്കിൽ 1% കൂടുതൽ കിട്ടും. ഇനി നിങ്ങളൊരു പ്രൈവറ്റ് ഫിനാൻസിൽ പോയാലോ ഇവിടത്തേക്കാൾ 1% 2% കൂടുതലുണ്ടായിരിക്കും. അപ്പോൾ ഈ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഒരു നാഷണലൈസ് ബാങ്കിൻ്റെ സുരക്ഷിതത്വത്തിൻ്റെ അത്രയ്ക്ക് സുരക്ഷിതത്വം ഒരു ഷെഡ്യൂൾ ബാങ്കിന് ഉണ്ടായിക്കൊള്ളുന്നില്ല. അത്രയ്ക്കും സുരക്ഷിതത്വം ഒരു കോപ്പറേറ്റീവ് ബാങ്കിന് ഉണ്ടായിക്കൊള്ളുന്നില്ല. അത്രയ്ക്കും സുരക്ഷിതത്വം ഒരു പ്രൈവറ്റ് ഫിനാൻസ് കമ്പനിക്ക് ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇത് തന്നെയാണ് വ്യത്യാസം. അപ്പം അങ്ങനെയെങ്കിൽ ഗ്യാരണ്ടി ലഭിക്കുന്ന പ്രോഡക്റ്റിന് അല്പം റേറ്റ്, ഇൻട്രസ്റ്റ് ആണ് ഇൻട്രസ്റ്റ് കുറയും, വിലയാണ് വില കൂടും. അപ്പം ഇവിടെ ഇന്ത്യയിൽ ഇന്ന് ഡെപ്പോസിറ്റിനും ഇൻട്രസ്റ്റിനും ഒരേ സമയം ഗ്യാരണ്ടി കിട്ടുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്കീമാണ് LIC ഇറക്കുന്ന പെൻഷൻ സ്കീമുകളെല്ലാം തന്നെ. ഒരേ സമയം നിക്ഷേപത്തിന് ഗ്യാരണ്ടി ഇല്ല, അതേസമയം ഇൻട്രസ്റ്റിന് 100 വയസ്സ് വരെ ഗ്യാരണ്ടി ഇല്ല. നമുക്കറിയാം, ബാങ്കില് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതിന് നിശ്ചിത വർഷത്തേക്ക് മാത്രമേ അവർ ഗ്യാരണ്ടി പറയുള്ളൂ. അതിനുശേഷം ആ ഡെപ്പോസിറ്റ് ഒരു ഏരിയയിൽ ഇന്നത്തെ അവസ്ഥയിൽ 5 വർഷത്തേക്കൊക്കെയാണ് ഡെപ്പോസിറ്റ് സ്വീകരിക്കുക. അതിനേക്കാൾ കൂടുതൽ സ്വീകരിക്കാറില്ല. കാരണം ആ സമയത്ത് ഇൻട്രസ്റ്റ് റേറ്റ് വീണ്ടും കുറയും. അപ്പോൾ അതിനകത്ത് തന്നെ നമുക്ക് ഇന്നത്തെ അതേ ഇൻട്രസ്റ്റ് 100 വയസ്സ് വരെ കിട്ടാൻ ലഭ്യമായിട്ടുള്ള 3 പദ്ധതികൾ LICയിൽ ഇപ്പോൾ നിലവിലുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ നിങ്ങളൊരു വോയിസ് ഇടുക. വോയിസിലുമ്പോൾ നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, സ്ഥലം വെച്ചിട്ട് വോയിസ് ഇടുക. അതോടൊപ്പം തന്നെ ഞാൻ നിലവിൽ LIC ഏജൻറ്റാണ്, ഹെൽത്ത് ഇൻഷുറൻസ് ഏജൻറ്റാണ്, മോട്ടോർ ഇൻഷുറൻസ് ഏജൻറ്റാണ്. ഇൻഷുറൻസ് സംബന്ധമായ സംശയങ്ങൾക്ക് നിങ്ങൾക്ക് ഇതേപോലെ തന്നെ നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും സ്ഥലം വെച്ചിട്ട് വോയിസ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും, മറുപടി നൽകുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഏവർക്കും